സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാഹചര്യങ്ങൾ കടിമപ്പെടാൻ എല്ലാ വകുപ്പും ഒരുങ്ങിയിട്ട് മാറി ചിന്തിക്കാനുള്ള വലിയ കഴിവ് വേണം. അല്ലാഹ് നമുക്കത് ഏറ്റിത്തരട്ടെ. ഈ വീട്ടിൽ ബാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, അയൽക്കാരില്ല, കൂട്ടുകാരില്ല, ആരുമില്ല, നോക്കാൻ നിരീക്ഷണ ക്യാമറകളില്ല. എന്നാൽ സ്വസ്ഥമായി ഇരുന്നിട്ട് ഞാനൊന്നൊരു സിനിമ കാണട്ടെ, ഞാനൊരു സെക്സ് കാണട്ടെ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് നിന്റെ മനസ്സിനെ ആ മോഹത്തിൽ നിന്ന് പിടിച്ച് തിരുത്തിയിട്ട് അല്ലാഹുവിന്റെ ദിക്റിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു കഴിവില്ലേ? അവിടെയാണ് നിന്റെ നഫ്സിന്റെ ജിഹാദ്, അവിടെയാണ് നിന്റെ ആത്മാവിന്റെ ശരീരത്തിന്റെ ജിഹാദ്. നിനക്കൊരു വികാരപരമായ കാര്യം വന്നു, അത് ഉത്തേജിപ്പിക്കാൻ സർവമാന സൗകര്യങ്ങളും ഒരുങ്ങി. നിന്റെ മനസ്സ് ജിഹാദ് ചെയ്യേണ്ടത്, നിന്റെ ശരീരം ജിഹാദ് ചെയ്യേണ്ടത് അവിടെയാണ്. നീ ചിന്തിക്കേണ്ടത്, അല്ലാഹ് ഇതെന്റെ അവസാനത്തെ ടൈമാണെങ്കിൽ എന്റെ ജീവിതവും എന്റെ ആഖിറവും പരാജയപ്പെട്ടല്ലോ. ആത്മബോധത്തിന്റെ ചിന്ത വേണം. ആ ചിന്ത തെറ്റിൽ നിന്ന് നിന്നെ പിൻവലിക്കണം. അങ്ങനെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് കൂടെ കൂടെ നീ അങ്ങ് മാറി 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 പിന്നെ തെറ്റ് ചെയ്യുന്നത് നിന്റെ മനസ്സിൽ ഏറ്റവും വെറുപ്പുള്ള കാര്യമായി വരുമ്പോ ആ ശരീരത്തെ പിടിച്ചു നിർത്താൻ, ആ ശരീരത്തെ നല്ലൊരു റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ അവിടെ നിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കേണ്ടത് എന്താണെന്നറിയോ? മഹബ്ബത്തുൽ അംബിയാഇ വസ്സുലഹാ, നബിമാരോടും അതേപോലത്തെ സജ്ജനങ്ങളോടുമുള്ള പ്രേമമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ ഇഷ്ടമാണ്. ആ ഇഷ്ടം നിന്റെ മനസ്സിലങ്ങനെ കയറി കയറി കൂടി കൂടി വരുമ്പോ നിന്റെ മനസ്സ് നിന്നോട് ചോദിക്കും, അല്ല മനുഷ്യ, നീ ഇങ്ങനെ സ്വലാത്തു ചൊല്ലിയിട്ട് കുറെക്കാലം കാണാൻ ആഗ്രഹിക്കുന്ന നേതാവിനെ ഇങ്ങനെ സിനിമ കണ്ടാൽ കാണാനൊക്കുമോ? സീരിയല് കണ്ടാൽ കാണാനൊക്കുമോ? അന്യപെണ്ണിനെ നോക്കിയാൽ കാണാനൊക്കുമോ? അനാവശ്യം കണ്ടാൽ കാണാനൊക്കുമോ? നിന്റെ മനസ്സ് രണ്ട് രൂപത്തിൽ അവിടെ ചലിക്കുമ്പോ ലിമ്മത്തു ശൈത്വാനും ലിമ്മത്തുൽ മലക്കും നിന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തുമ്പോ, ലിമ്മത്തുൽ മലക്കില്ലേ, മലക്കിന്റെ ഒരു സ്വാധീനമില്ലേ? അതിന് കൂടുതൽ നിറച്ചാർത്ത് പകരണമെങ്കിൽ അനാവശ്യങ്ങളോട് പൂർണ്ണമായ വിരക്തി ഘട്ടം ഘട്ടമായി ഉണ്ടാക്കിയെടുത്ത് നന്മയുടെ വാതായനങ്ങളിൽ നിൽപ്പുറപ്പിക്കണം. അങ്ങനെ നിന്റെ മനസ്സിനൊരു പ്രതിജ്ഞ വേണം. ഇല്ല ഇല്ല, ഒന്നുകിൽ 40 കൊല്ലം, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ കൊല്ലം, അല്ലെങ്കിൽ അതിൽ കൂടുതലും ഉള്ള കൊല്ലം, ഇത്രയും വലിയ വിശാലതയുള്ള ദുനിയാവ് തന്നിട്ട് ആരാധിക്കാൻ നല്ല ആരാധനയും ചിന്തിക്കാനല്ല കൽബും തന്നിട്ട് ഈ കൽബ് കൊണ്ടൊന്ന് യഥാവിധി ചിന്തിച്ചിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്ന കൽബാകാൻ, നബി തങ്ങളെ വിളിക്കുത്തരം നൽകുന്ന കൽബാകാൻ, അവിടുത്തെ നോട്ടത്തിന് കാരണമാകുന്നൊരു നോട്ടമുള്ള ശരീരമായി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനെന്തു ഹതഭാഗ്യനാണ്. അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ ഇഷ്കിന്റെ പ്രതീകങ്ങളായ സ്വഹാബ, ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയൊരു വ്യക്തിത്വമായ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വഫാത്ത് കേട്ടപ്പോ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട സ്വഹാബി ഉടനെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ എന്റെ 2 കണ്ണിന്റെ കാഴ്ചകളും എടുത്തു മാറ്റണേ അല്ലാ. ദുനിയാവിലെ ഏറ്റവും കാണാൻ ചന്തമുള്ള സൗന്ദര്യമുള്ള ഏറ്റവും കാണാൻ അഴകുള്ള ഒരു മുത്തുമണിയെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞല്ലോ. അതിനേക്കാൾ സൗന്ദര്യമുള്ള ഒരു ആണില്ല, ഒരു പെണ്ണില്ല, ഒരു ജന്തുവില്ല, ഒരു മരമില്ല, ഒരു ജീവനുള്ളതില്ല, ഒരു അചേതന വസ്തുവുമില്ല.
ഏറ്റവും വലിയ ജമാലിയത്തും ജലാലിയത്തും നീ നൽകിയ നേതാവിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിച്ചു. ഇനി എനിക്ക് പരലോകത്തും കാണണം. അതുകൊണ്ട് ഈ കണ്ണ് കേടുവന്നുകൂടാ. നടക്കാൻ എന്റെ കൈപിടിക്കാൻ എന്റെ മക്കളുണ്ടല്ലോ, പേരക്കുട്ടികളുണ്ടല്ലോ. വേണമെങ്കിൽ കൂലിക്കും എനിക്ക് ആളെ ലഭിക്കുമല്ലോ. അപ്പൊ എന്റെ കൂട്ടുകാരായ സഹാബിമാര് അമ്പിയാക്കളോടൊപ്പം ചേർന്ന് നേതാവിനെ കാണുമ്പോ എന്റെ കണ്ണിനും ആ വലിയ ശക്തി ലഭിക്കണം. അതുകൊണ്ട് അല്ലാഹ് എന്റെ ഇരു കണ്ണിന്റെ കാഴ്ചകളും എടുത്തു മാറ്റണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കേണ്ട നേരം ആ മഹബത്തിന്റെ വരികൾക്ക് അല്ലാഹു സ്വീകാര്യത നൽകിയിട്ട് കണ്ണിന്റെ കാഴ്ചകളെ നീക്കി. സഹോദരങ്ങളെ, നബിതങ്ങളെ കാണാൻ പറ്റുന്ന ശരീരങ്ങളാകണം. അവിടുത്തെ സുന്നത്തിനെ പുച്ഛിക്കരുത്. ആ സുന്നത്ത് നമ്മുടെ ശരീരം കൊണ്ട് ജിഹാദ് ചെയ്തെടുത്തു വെക്കണം. ആര് നിങ്ങളോട് പറഞ്ഞാലും ആര് നിങ്ങളെ വിഷമിപ്പിച്ചാലും സുന്നത്തിനെ സംരക്ഷിക്കുന്നതിൽ നിങ്ങളെ ശരീരത്തിന് മടുപ്പ് തോന്നരുത്. നിങ്ങളെ പ്രവർത്തനത്തിന് താല്പര്യം കുറയരുത്. അത് ഏറ്റവും വലിയ ജിഹാദാണ് കേട്ടോ. അവിടുത്തെ സുന്നത്തിനെ കൈവയ്ക്കുന്ന ആളുകൾക്ക് എന്നെ കാണാൻ പറ്റൂല. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വിഭാഗങ്ങൾ എന്നെ ഖിയാമത്ത് നാളിൽ കാണൂല എന്ന് പഠിപ്പിച്ച ഹദീസിൽ കാണാം. അത്താരിഖു ലിസുന്നതി, എന്റെ സുന്നത്തിനെ കൈവയ്ക്കുന്നവൻ എന്നെ കാണൂല. അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളിലും അവിടുത്തെ സുന്നത്തിനെ നാം മുറുകെ പിടിക്കുന്നവരാകണം. അതിന് സംരക്ഷണം നൽകുന്നവരാകണം. അത് നമുക്ക് വലിയൊരു മറയായി കിട്ടണം. ജഅഫറുസ് സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ദുർബലരായ ഉമ്മത്തല്ലേ ഈ ഉമ്മത്ത്. ശക്തി കുറവാണ്, ആയുസ് കുറവാണ്. അവരുടെ ശക്തിക്കും ആയുസിനും ഒരു പിൻബലമേകാനാണ് നടുവിൽ ഒരു വാസിത്തത്തുല്ലുമയായി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിർത്തിക്കൊടുത്തത്. ബനൂ ഇസ്രായേലുകാരെ പോലെ ആരോഗ്യമില്ല, ആദ് ഗോത്രക്കാരെ പോലെ നീളമില്ല, സമൂദ് ഗോത്രപ്പാലെ പോലെ കട്ടിയും കനവും ഇല്ല. എല്ലാ അർത്ഥത്തിലും ദുർബലരാണെങ്കിലും വലിയൊരു പിൻബലമുണ്ട്. ഏറ്റവും വലിയൊരു പിൻബലമുണ്ട്. അതേതാ പിൻബലമെന്നറിയുമോ? അൽ വസീലത്തുല്ലുമാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ നളീം എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇസ്മായിലുൽ ഹഖി തങ്ങളത് വിശദീകരിച്ചത് കാണാം. ജഅഫറുസ് സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ വലിയ അവലംബം സാധ്യമാകണമെങ്കിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നമ്മൾ ജിഹാദ് ചെയ്യണം. സഹോദരങ്ങളെ, ആ ജിഹാദിൽ അടിയുറച്ച് നിൽക്കുന്നവരാകണം. ശരീരം കൊണ്ടുള്ള ജിഹാദാണ് അതിൽ ഏറ്റവും മുന്തിയ ജിഹാദ്. അതേ, പണം കൊടുത്ത് സ്വർഗം വാങ്ങാനുള്ള കഴിവ് വേണം. മുൻഗാമികൾ അങ്ങനെ നേടിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ നേടുന്നവർ ധാരാളമുണ്ട്. ശരീരം കൊണ്ടുള്ള ജിഹാദ് ഏറ്റവും വലുതാണ്. അതിന്റെ ഒരു മാർഗമാണ് സുന്നത്തിന്റെ പ്രചരണം. സ്വർഗത്തിലേക്ക് പോകുന്ന നമുക്ക് നല്ല ശരീരങ്ങൾ അല്ലാഹു തരണ്ടേ. അതിന് ഇവിടെയുള്ള ശരീരങ്ങൾ കേടുവരുത്തരുത്. താടി വെക്കാത്തവരൊക്കെ താടി വെക്കണം. ഉസ്താദുമാരെവിടൊന്നും പറയുന്നില്ല എന്നാരും പറയരുത്. അത് മുത്തുനബി തങ്ങളെ സുന്നത്താണ്. മീശ ചെറുതാക്കി വെട്ടണം. താടിയും മീശയും ക്ലീൻ ഷേവാക്കിയിട്ട് എനിക്ക് നബി തങ്ങളെ സുന്നത്തിനോട് വലിയ ഇഷ്ടമാണെന്ന് പറയാൻ നമുക്ക് യോഗ്യത കുറവ് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രചോദിപ്പിച്ച ഏത് വിഷയങ്ങളും അങ്ങനെയാകണം. ഷർട്ട് ധരിക്കുമ്പോ കഴിവിന്റെ പരമാവധി ഫുൾക്കൈ ഷർട്ട് ധരിക്കണം. ഫുൾക്കൈ ഷർട്ട് ധരിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങളെ ഒരു ഉസ്താദായി ഗണിക്കപ്പെടൂല. ആ ഷർട്ടിന് നല്ല കപ്പ് വേണം. ആ കപ്പ് റുസ്ഖ് വരെ വേണം. കാന കുമ്മു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലർ റുസ്ഖി. ഇതാ ഈ കാണുന്ന ബന്ധം വരെ, ഈ
ഈ കൈയിന്റെയും തണ്ടൻ കൈയിന്റെയും ഇടക്കുള്ള ബന്ധം വരെ കുപ്പായത്തിന്റെ കൈയുണ്ടായിരുന്നു, അതിന് ബട്ടണുണ്ടായിരുന്നു. ആ രീതിയിലുള്ള സുന്നത്ത് പാലിക്കണം. അതേ തുണിയെടുക്കുമ്പോഴും സുന്നത്ത് പാലിക്കണം, ചെരുപ്പ് ധരിക്കുമ്പോഴും സുന്നത്ത് പാലിക്കണം. വലത്തേ കാലുകൊണ്ട് ആദ്യം ധരിക്കണം, ഇടത്തേ കാലുകൊണ്ട് ആദ്യം അയച്ചു വെക്കണം. അതേ ധരിക്കുന്ന സമയത്തുള്ള ദിക്റ്, അയച്ചു വെക്കുന്ന സമയത്തുള്ള ദിക്റ്. ജീവിതം കണ്ടാൽ സുന്നത്തിന്റെ നേർപതിപ്പായി മാറാൻ കഴിവിന്റെ പരമാവധി സാധ്യമാകണം. അപ്പോഴാണ് നമ്മൾ സുന്നത്തിനോട് കൂടുതൽ താല്പര്യമുള്ളവരെന്ന് പറയുന്നത്. വാക്കിൽ പോരാ. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലാ തഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിന്റെ മഹബ്ബത്ത് സാർത്ഥകമാകണമെങ്കിൽ നീ ആരാകണം? നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിധേയപ്പെട്ട ആളാകണം, അനുസരിക്കുന്ന ആളാകണം. അനുസരണക്കേട് നിന്റെ ശരീരത്തിൽ കാണാൻ പാടില്ല. 10 ദിവസമാകുമ്പോൾ നീ നിന്റെ കക്ഷഭാഗങ്ങളൊക്കെ വടിച്ച് വൃത്തിയാക്കണം. അതേ മറ്റൊരു 10-40 ദിവസത്തോളം എടുക്കുമ്പോ മുഖ്യരോമങ്ങളൊക്കെ വടിച്ച് വൃത്തിയാക്കണം. അതെല്ലാം കുഴിച്ചിടണം. അതവിടുത്തെ തിരുസുന്നത്താണ്. 10 ദിവസമാകുമ്പോ നഖം മുറിക്കണം. മുറിക്കേണ്ട സമയത്ത് മുറിക്കണം. നഖം മുറിക്കുന്നതിന്റെ മുമ്പ് ഓരോ നഖങ്ങളും കഴുകേണ്ടതുണ്ട്. വലത്തെ കൈയിന്റെ മുസബ്ബിഹ വിരൽ കൊണ്ട് തുടങ്ങണം, ചെറുവിരലിൽ അവസാനിപ്പിക്കണം. പിന്നെ വലത്തെ കൈയിന്റെ തള്ളവിരൽ മുറിക്കണം. പിന്നെ ഇടത്തെ കൈയിന്റെ വിരലുകൾ മുറിക്കണം. കാലിന്റെ നഖം മുറിക്കുമ്പോ വലത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കണം. നഖം മുറിച്ച് കഴിഞ്ഞ ഉടനെ അതും കഴുകണം. ഈ മുറിച്ചെടുത്ത നഖങ്ങളൊക്കെ കൊണ്ടുപോയി കുഴിച്ചിടണം. ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ എത്രമാത്രം സുന്നത്തുകളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ പല സുന്നത്തുകളും നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? ഉറങ്ങുമ്പോൾ പല സുന്നത്തുകളും നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? എത്ര ദിക്ർ പറഞ്ഞാലും നമ്മൾ ആളുകൾക്ക് ആകെ ദിക്ർ ആവശ്യമുള്ളത് ഒറ്റ നേരാണ്. കല്യാണം കഴിക്കുമ്പോൾ ആദ്യ രാത്രിന്റെ ദിക്ർ മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാ ദിക്റും പഠിക്കണം. അതൊക്കെ സുന്നത്തുകളാണ്. ഉറച്ച ദിക്റും അറിയാത്തവരാകരുത്. സുന്നത്തുകൾ കൂടുതൽ ജീവിപ്പിക്കുന്നവരാകണം. നിങ്ങൾ അറബികളിലേക്കൊന്ന് നോക്കൂ. നമ്മിൽ കാണാത്ത ധാരാളം സുന്നത്തവരിൽ കാണാൻ കഴിയും. അതിലേറ്റവും വലിയ ഒരു സുന്നത്താണ് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു നല്ലത് ചെയ്തു കൊടുത്താൽ. ഇവിടുന്ന് പോകുന്ന ഒരു പ്രവാസി സഹോദരൻ കഫീലിന് ഒരു കുപ്പി തേൻ കൊണ്ടുപോയി കൊടുത്തു. ആ തേൻ അയാളെ വീട്ടിൽ ആരോ സംഭാവന ഉണ്ടെന്നാണ് അറബിക്ക് കൊടുത്തു. അറബി ആ തേന കിട്ടിയ സന്തോഷത്തിൽ അൽഹംദുലില്ലാഹ് ജസാക്കല്ലാഹു ഖൈറ വ തഖബ്ബലല്ലാഹു മിൻക വ ബാറക്കല്ലാഹു ലക ഫീക വ ഫീ അഹ്ലിക വ ഫീ ഇയാലിക വ ഫീ മാലിക്. എന്തെല്ലാം കേൾക്കുന്ന ആൾ എത്ര ആമീൻ പറയും. നമ്മളെടുത്ത് ആരെങ്കിലും ഒരു ഹദിയ എന്ന ഒരു ജസാക്കല്ലാഹു ഖൈറ പറഞ്ഞെങ്കിൽ എന്തൊരു പണിയാണ്. ഒരു 2 കിലോ ഇറച്ചി, അഖീഖയുടെ ഇറച്ചി കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ വെച്ചോ എന്ന് പറയും. ഒരു ജസാക്കല്ലാഹില്ല, ഒരു ഖൈറില്ല. ഒരാൾ എന്തെങ്കിലും സാധനം ഹദിയ കൊണ്ടെന്ന് കൊടുത്താൽ ഒന്ന് ദ്വാരം കൊടുക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് വലിയൊരു സുന്നത്താണ്. അങ്ങനെ 10 ആൾക്ക് നമ്മൾ സന്തോഷത്തിന്റെ ദുആ കൈമാറിയാൽ, 10 ആളുകൾക്ക് ഖൈർ കൊണ്ട് ദുആ കൈമാറിയാൽ, അവർക്ക് നമ്മൾ ദുആ ചെയ്തിട്ട് അല്ലാഹു തആല എത്ര കണക്കാക്കിയോ അതിന്റെ 10 മടങ്ങ് 100 മടങ്ങ് അല്ലാഹു നമ്മിൽ കണക്കാക്കും. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്കൊരാൾ നന്മ ചെയ്താൽ ഒന്നുകിൽ അതുപോലെ നന്മ ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് ഖൈർ കൊണ്ട് ദ്വാരന്ന് കൊടുക്കുക. എന്തെങ്കിലും ഒന്ന് വേണ്ടേ? നമ്മളെ ഭാഗത്തുനിന്ന് ഖൈർ കൊണ്ടുള്ള ദുആ വേണം. ആരോടും ഖൈർ കൊണ്ടുള്ള ദുആ അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരെ കണ്ടാലും ഒരു സന്തോഷം പറയുന്ന സ്വഭാവം നമുക്ക് വേണം. സുന്നത്തുകൾ ജീവിതത്തിന്റെ വിവിധ ഇടങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പുനരുജ്ജീവിപ്പിക്കണം. ഓരോരുത്തരും അതിന് സജീവത കാണിക്കണം. കുടുംബനാഥന്മാരതിന് വലിയ ശ്രദ്ധ പാലിക്കണം. നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ ഓരോരുത്തരും സുന്നത്ത് ജീവിപ്പിക്കാനുള്ള കഴിവ് വേണം. അതെങ്ങനെയാണ്? പറഞ്ഞ് റെഡിയാക്കി കൊടുത്തുകൊണ്ട് തന്നെ. പഴയ കാലത്തെ വല്ലിപ്പമാര് ഒരു വീട്ടിന്റെ പൂമുഖത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നൂല. ബഹുമാനം കൊണ്ട് പലരും വഴി മാറിപ്പോകും, അപ്പുറത്ത് എവിടെങ്കിലും പോയി കയറും. കാരണം അവരിരിക്കുമ്പോൾ അങ്ങോട്ട് കയറിപ്പോകണമെങ്കിൽ ആ സുന്നത്തൊക്കെ പാലിക്കണം. അഥവാ കാല് വെക്കുന്നത് മാറിയാൽ രണ്ടാമതും കയറാൻ പറയും. സലാം പറഞ്ഞില്ലെങ്കിൽ സലാം പറഞ്ഞ് തുടങ്ങാൻ പറയും. അവർക്ക് നമ്മളെപ്പോലെ എഴുതാൻ അറിയില്ലായിരുന്നു, നമ്മളെപ്പോലെ കൂടുതൽ വായിക്കാൻ അറിയില്ല. പക്ഷെ അവർ ജീവിക്കുന്ന സുന്നത്തിന്റെ പതിപ്പുകളായിരുന്നു.